അപ്പൊ തുടങ്ങാല്ലേ? ഞാൻ എതിർക്കുന്നത് ഈ പറയുന്ന ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ നഗ്ന പ്രദർശനം അല്ലെ അർത്ഥം. എന്നിട്ട് ചേട്ടന്റെ കുഴപ്പമെന്തറിയോ? ചേട്ടൻ ആകെ ഫാഷൻ ടി വി കണ്ടും കണ്ടിട്ട് പുള്ളി പറഞ്ഞു തുടങ്ങിയേക്കുന്ന എന്തറിയോ? പുള്ളി ഏതോ FTV രാത്രി 11 മണിക്കോ കണ്ടിരുന്നിട്ട് ഈ പരിപാടി ഫാഷൻ ഷോ മുഴുവനും ആദ്യം തന്നെ പറഞ്ഞത് സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞ നഗ്നത പ്രദർശനം എന്നാണെന്ന്. അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. ഇവിടെ സ്ത്രീയുടെ ശരീരം കമ്മോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം വസ്തുവായി മാറുന്നു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലേക്ക് പോക്കേ. അവിടെ സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ തലച്ചോറിൽ പ്രത്യേകിച്ചും പോസ്റ്റ് സെൻട്രൽ ഗൈഡസ് പോലെയുള്ള ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സെന്ററുകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നഗ്നരായിട്ടുള്ള തുണി കൊടുത്തു വരുന്ന ആൾക്കാരെക്കാളും നികൃഷ്ടം പിടിച്ച നിന്ദ്യമായ സംസ്കാരമായിരുന്നു ഇവിടുത്തെ സനാതന സംസ്കാരത്തില്, ഭാരത സംസ്കാരത്തില് ഇവിടുത്തെ സ്ത്രീകൾ ഉടുത്തുകൊണ്ടിരുന്ന തുണികള്. സ്ത്രീയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് തോന്നുന്നത് ലൈംഗികതയാണ് എന്നുള്ളത്. മെഡിക്കൽ ഫീൽഡില് ഓങ്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്. അതിനകത്തൊക്കെ പുരുഷന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ ബ്രസ്റ്റിനെ കാണുന്നത്? പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ബസ്സിൽ കയറുന്നുണ്ടെ കേവന്മാരിൽ നിന്ന് എർത്തു കൊടുക്കും. കാരണം എന്താ? നിങ്ങളെ 5 വയസ്സുള്ള രീതിയിലുള്ള ശരീരപ്രകൃതിയാണോ ഇപ്പോൾ? അല്ലെ ആ 5 വയസ്സിലെ ഹോർമോൺ വ്യതിയാനമാണോ നിങ്ങൾക്ക്? അല്ലല്ലോ. അപ്പോൾ പുരുഷന് ഒരു മധ്യ വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. പെണ്ണിന് പെട്ടെന്ന് ആണിനോട് സെക്ഷൽ തോട്ട്സ് വരൂല, പക്ഷെ ആണിന് വിഷൻ വഴി എന്ത് വരും? സെക്ഷൽ തോട്ട്സ് വരും. ഇത് ബയോളജിയാണ്. ഹ്യൂമൻ ബീങ്സിന് ഫ്രീ വീലിംഗ് ഇന്റലിജൻസ് എന്നാ പറയണത്. നമ്മൾ ആനിമൽസ് അല്ല. സെക്സ് തോന്നുമ്പോ അപ്പൊ തന്നെ കാണുമ്പോ പോയി ചെയ്യാന് ബയോളജി അല്ലാതെ സാറ് കുറച്ച് സൈക്കോളജിയും കുറച്ച് ബ്രെയിനും ഒക്കെ സൈക്കോളജി പഠനം എടുക്കാം. അടിവസ്ത്രം കാണുന്ന രീതിയിലുള്ള പുറം വസ്ത്രവും ആ ആന്തരിക എനിക്കറിയില്ല. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്ന് അറിയില്ല. ചങ്ങളിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്ന്. എവിടേക്കാ നോക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ആണ് സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകുമെന്നുള്ളത് ഇത് ഉട്ടോപ്യൻ സൊസൈറ്റി അല്ല. ഇവിടെ ഗോവിന്ദസ്വാമിമാരുണ്ട്, പലതരം ചിന്താഗതിക്കാരുണ്ട്, ഞരമ്പ് രോഗികളുണ്ട്. അവർ ഉള്ള സൊസൈറ്റിയിൽ കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിംഗുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന സമയത്ത് സെക്സ് തോന്നുന്നു പറഞ്ഞു. ആ സമയത്ത് ഇപ്പഴത്തെ ഹോർമോണിൽ പോലീസിന് ഓർമ്മ വരുന്നു സാർ പറഞ്ഞില്ല. ആ വിഷയം 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആണെന്നാണ്. അവർക്കെല്ലാവർക്കും ഒരു കോൺസിക്വൻസ് ഇല്ലെങ്കിൽ റേപ്പ് ചെയ്യും ഞാൻ, അതെന്നുവെച്ചാൽ ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയെ ഉപദ്രവിക്കും ഞാൻ എന്ന് പറയുന്നവരാണ് സൊസൈറ്റിയിലെ 35% പുരുഷന്മാർ. എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നല്ലോ. നിങ്ങൾ ഇതും സൗന്ദര്യ മത്സരം ടോപ്പിക്ക്. സൗന്ദര്യ മത്സരത്തിൽ ഇത്ര ഈ ബയോളജിയും സൈക്കോളജിയും ഈ ഇതുപോലത്തെ കോളജിയൊക്കെ കൊണ്ട് എന്താ ആവശ്യം? ഏത് സൗന്ദര്യ മത്സരത്തിൽ ഇങ്ങനെ നേരത്തെ പ്രീ ഹിസ്റ്റോറിക് ഒരു എടുത്ത് നോക്കുമ്പോ പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, കേരള കൾച്ചറിൽ ബ്ലൗസ്ലെസ് ആയിട്ടാണ് സാരീസ് യൂസ് ചെയ്തിരുന്നത്. ഫോറിനേഴ്സ് ഇവിടെ വന്നപ്പോഴാണ് ലൈക്ക് ഒരു ബ്ലൗസ് അല്ലെങ്കിൽ അടിപ്പാവാട സാരിയിൽ അങ്ങനെ ഒരു ആഡ് ഓൺ ചെയ്തത് ആ ഫാഷൻ. ചതുർഭുജം
എന്നാണല്ലോ ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? ലൈക്ക് ഇപ്പൊ അവരങ്ങനെ ആഡ് ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കൾച്ചർ തുടർന്ന് വരുമ്പോ ബ്ലൗസ്ലെസ് ആയിട്ടല്ലേ സാരി എടുക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ നഗ്നതാ പ്രദർശനം എന്നുള്ളൊരു സാധനം ലൈക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടി വരുമായിരുന്നു. ബ്ലൗസ്ലെസ് ആയിട്ടുള്ള സാരികൾ ഉടുക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല, അത് തെറ്റാണ്. That's all. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. കുട്ടികൾ വളർന്നു വരുന്നത് ഈ സമൂഹത്തിൽ വളർന്നു വരുന്നവരാണ്. അവർ ഈ നേരിട്ട് ഗ്രൂം ചെയ്തിട്ടാണ് ഇവര് ഈ സൗന്ദര്യ മത്സരം കോമ്പറ്റീഷൻ നിങ്ങൾ കാണുന്ന സ്റ്റേജിൽ വരുന്നത്. ഇവരെ എല്ലാവരെയും തുണിയില്ലാതെ അല്ല നടത്തുന്നത്. നിങ്ങൾ ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ആദ്യം തന്നെ കേരളത്തിൽ നടക്കുന്ന പരിപാടികളൊന്ന് പോയി കാണ്, എന്നിട്ട് അവലോകനം ചെയ്യും. നിങ്ങൾ വെറുതെ ഏതോ ഫാഷൻ FTVയിലോ ഏതോ ഒരു ചാനലില് ഏതോ പെണ്ണുങ്ങൾ തുണിയില്ലാതെ നടക്കുന്ന കണ്ടിട്ട് ഇതും എടുത്തു പിടിച്ച് വരല്ലേ? ദൈവത്തെ ഓർത്ത്. അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലേ? ദൈവത്തെ ഓർത്ത് വരല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അല്ല, വസ്ത്രധാരണത്തിലുള്ള സംഭവം നിങ്ങളുടെ ഒരു സങ്കല്പം എന്താ? അവര് ഏത് മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ഒരു സങ്കല്പം പറഞ്ഞു. നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ കൾച്ചറിന് യോജിച്ചതായ എന്തുവാ സംഭവം എന്ന് പറയുന്നത്. സംഭവം എന്തുവാ? പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കുക. ഒരു ആണിന് കണ്ടാൽ തോന്നലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത് അവിടെ പബ്ലിക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. എപ്പോ ഉണ്ടാവണം ആ ചിന്തകൾ? നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറിച്ച് ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, involuntary- നിങ്ങളുടെ ഒരു ഫ്രണ്ട് സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന വസ്ത്രം ഇതയായി, നിങ്ങൾക്ക് ആ ചിന്തയാണോ ആദ്യം ഉണ്ടാവുക?